നേതാവ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ സംതൃപ്തരാണോ? പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാല് ഈ പറഞ്ഞ പോലെ മത രാഷ്ട്രീയമാണ് പുള്ളി കളിക്കണത് ഇവിടെ വർഷങ്ങളായിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് വലിയ സംതൃപ്തിയൊന്നുമില്ല ഈ പ്രവർത്തനത്തിൽ ആണെങ്കിലും. SDPI എന്ന് പറഞ്ഞ സംഘടനയാണെങ്കിലും പുള്ളി എപ്പോഴും VD സതീശൻ എപ്പോഴും അവർക്ക് സപ്പോർട്ടാണല്ലോ എന്ത് കാര്യത്തിനും. ഹിന്ദു സമൂഹത്തോട് എപ്പോഴും വെറുപ്പും വിദ്വേഷമാണ് VD സതീശന്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ VD സതീശൻ ഹിന്ദുക്കൾക്ക് വേണ്ടി ഒന്നും ചെയ്യില്ല എന്നുള്ളതാണ്. ഇനിയും ചെയ്തിട്ടില്ല, ഇനിയും ചെയ്യയില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മത സംഘടനയായിട്ട് VD സതീശന് നല്ല അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. ആ ഒരു ഇതിലാണ് ഇപ്പം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം SDPIക്ക് പലയിടത്തും സ്ഥാനാർത്ഥികളായി വെച്ചിട്ടുണ്ടെങ്കിലും ഇവര് അങ്ങനെ ഒരു സാധ്യതയിലേക്ക് നീങ്ങൂല. ചിലപ്പോൾ ഒരു സൈലന്റ് ആയിട്ട് അവർ നിൽക്കുകയും ചെയ്യും, വോട്ട് മറിച്ചു കൊടുക്കാനുള്ള സാധ്യത ഉണ്ടാവും. അതാണ് ഞങ്ങളുടെ പ്രവർത്തനത്തിന് അധികം സംതൃപ്തി ഇല്ല. ഞങ്ങളുടെ വാർഡൊക്കെ മഹാ ഇതായിട്ട് എടുക്കാണ്. റോഡും എല്ലാം മോശമാണ്. പിന്നെ പറവൂർ ടൗൺ തന്നെ എടുത്താൽ മതി. പിന്നെ കോർട്ട് ഇതെല്ലാം ആകെ മൊത്തം പോയി കിടക്കും. ഞങ്ങളുടെ അവിടെ നല്ല പാർക്കുണ്ട്, അവിടെ എല്ലാം മൊത്തം പ്രശ്നമാണ്. കുട്ടികൾക്കൊന്നും അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പാമ്പും അങ്ങനെ പിടിച്ചും കാട് പിടിച്ചും എല്ലാം നാശമായി കിടക്കണം. പിള്ളേർക്ക് ഇപ്പൊ വെക്കേഷനായി, ഇനി പിള്ളേരൊന്നും കൊണ്ടുപോകണം എന്ന് പറഞ്ഞ നടക്കില്ല. അവിടെ ഭയങ്കര പോയിസം പാമ്പും അതും ഇതൊക്കെ വൃത്തികേടായിട്ട് എടുക്കണതൊക്കെ ആകെ മൊത്തം പ്രശ്നമാണ്. ഇപ്പൊ ഈ പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് 100-ൽ എത്ര മാർക്ക് കൊടുക്കും? 100-ൽ 0 മാർക്കാണ് എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ വമ്പം പരാജയമാണ് പുള്ളി. പ്രബുദ്ധരായ ഇവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കണം. അതായത് ഹിന്ദു ക്രിസ്ത്യൻ ആൾക്കാരുടെ വോട്ടുകൾ വേണ്ട, ഞങ്ങൾക്ക് മുസ്ലിം ലീഗിന്റെ വോട്ടുകൾ മാത്രം മതി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഈ ഹിന്ദുക്കളും ക്രിസ്ത്യൻസും അതും മനസ്സിലാക്കണം. അതിന് തലയിൽ വാൾതാമസമുള്ളവർ മനസ്സിലാക്കി അദ്ദേഹത്തിന് ഇത് ചെയ്യണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അമ്മ നമസ്കാരം, പേരെന്തായിരുന്നു? എന്റെ പേര് ശാരദ സതീശൻ. സ്ഥലം എവിടെയാണ്? ഞാൻ പെരുവാരം പറവൂര് പെരുവാരത്ത് താമസിക്കുന്നു. ഈ മണ്ഡലത്തിലെ വോട്ടർ തന്നെയല്ലേ? ഈ മണ്ഡലത്തിലെ വർഷങ്ങളായിട്ട് ഇവിടുത്തെ വോട്ടറാണ്. ഇവിടുത്തെ ഈ MLA ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശന്റെ പ്രവർത്തനങ്ങളിൽ സംതൃപ്തരാണോ? അപ്പൊ വികസനം എന്ന് പറഞ്ഞാല് കാര്യമായിട്ടൊന്നുമില്ല. ഇപ്പൊ നമുക്ക് അറിഞ്ഞൂടെ, ഇവിടെ ബസ് ഓടുമ്പോഴാണെങ്കിലും ട്രാഫിക് ആണെങ്കിലും സിഗ്നല് ഒന്നുമില്ല. വർഷങ്ങളായി. അതൊക്കെ വികസനമില്ലാത്തൊരു നാടാണ് പറവൂര്. ചേന്നമംഗലം ആണെങ്കിലും പൊട്ടംതിരുവാണെങ്കിലും ഒരു വികസനം ഇല്ലാത്ത നാടാണ്. VD സതീശനോട് ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ലേ? സാധിച്ചോന്ന് ചോദിച്ചാല് ചെയ്യുന്നില്ല. അതായിരിക്കണം. 10-20 വർഷമായില്ലേ. ഇനിയിപ്പോ 5ാമത്തെ തവണ, അതായത് 25ാം വർഷവും കൂടി പുള്ളിക്ക് വേണമെന്നാണ് ഈ പറയണത്. അപ്പൊ അത് ശരിയാവില്ല. നമുക്കൊരു പുതിയ പരീക്ഷണത്തിന് വേണ്ടിയിട്ടാണ് നമ്മള് വത്സല പ്രസന്നകുമാറിനെ നമ്മള് കാൻഡിഡേറ്റ് ആയിട്ട് വെച്ചേക്കണതും. ജയിപ്പിക്കാനുള്ള പരമാവധി ശ്രമം ഞങ്ങൾ എല്ലാവരും നടത്തുന്നുണ്ട്. എല്ലാ വാർഡിലും കയറി ഇറങ്ങി അതിന് നല്ല പ്രവർത്തനം ഞങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കോൺഗ്രസിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു നേതാവാണല്ലോ ഈ പറഞ്ഞ പ്രസന്ന വത്സകുമാർ. അപ്പോൾ അവരെ സംബന്ധിച്ച് BJP പ്രവർത്തകർ എല്ലാവരും ഈ ഒരു സ്ഥാനാർത്ഥിത്വത്തിൽ സ്വീകാര്യത കൊടുത്തിട്ടുണ്ടോ? അവർക്ക് സ്വീകാര്യതയാണ്. നല്ല പ്രവർത്തകയാണ്. ഞങ്ങൾക്ക് വർഷങ്ങളായിട്ട് ഞങ്ങൾക്കറിയാം. നല്ല പ്രവർത്തകയാണ്. പിന്നെ എന്തെങ്കിലും ഇതില്ലാതെ അതിൽ നിന്ന് ഇങ്ങോട്ട് പോരൂല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വത്സല പ്രസന്നകുമാറിന് വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കാം. ഞങ്ങളുടെ വാർഡിലൊക്കെ ഞങ്ങൾ നല്ലോണം പ്രവർത്തിക്കുന്നുണ്ട്. ഈ VD സതീശന്റെ സാധ്യതകൾ എങ്ങനെയാണ് ഇത്തവണ? സതീശന്റെ സാധ്യത ഇപ്പൊ ഈ വത്സല പ്രസന്നകുമാർ കോൺഗ്രസിൽ നിന്ന് വന്നതുകൊണ്ട് സാധ്യത എന്ന് പറയാൻ പറ്റില്ല. വോട്ട് ശതമാനമൊക്കെ കുറയുമായിരിക്കും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇപ്പോ VD സതീശനെ സംബന്ധിച്ച് ഇവിടുത്തെ ജനങ്ങൾക്കൊരു മടുപ്പ് അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിലുണ്ടോ? അതെ, മടുപ്പായി തുടങ്ങി. കാരണം എപ്പോഴും ഇങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കുന്ന ഇതാണല്ലോ. 25-20 വർഷം കഴിഞ്ഞല്ലോ. അപ്പൊ ഇനി പുതിയ ഒരാൾക്ക് ഒരു അവസരം കൊടുക്കുന്നത് നന്നായിരിക്കും എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. LDFന്റെ പ്രവർത്തനം ഇത്തവണ അതിശക്തമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഈ ഒരു മണ്ഡലത്തിൽ. LDFന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇവര് പരസ്പരം ഡീലാണല്ലോ. അവര് BJPക്ക് ജയിക്കാൻ സാധ്യതയുള്ള സീറ്റാണെങ്കിലും ഇവര് തമ്മിൽ കാലുവാരുന്നുണ്ട്. വോട്ട് മറിച്ചു കൊടുക്കലും ഒക്കെ ഉണ്ട്. ഞങ്ങളുടെ വാർഡിലും അപ്പുറത്തെ വാർഡിലൊക്കെ സംഭവിച്ചതാണ് വാർഡ് ഇലക്ഷന്. അപ്പൊ പിന്നെ ഈ നിയമസഭാ ഇലക്ഷന് അവര് ചെയ്യാതിരിക്കോ? BJPക്ക് ഒരു സാധ്യതയും ഇവര് ഇവിടെ സമ്മതിക്കില്ല, ജയിക്കാൻ സമ്മതിക്കില്ല. അവരുടെ ഭരണം കൈയാളാനാണ് അവര് ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കണത്. പക്ഷെ അതെല്ലായിടത്തും ഡീലുണ്ട് അവർക്ക്. നമ്മൾ വിചാരിക്കുന്ന തരത്തിലൊന്നുമല്ല. വോട്ട് മറിച്ചു കൊടുക്കണ പരിപാടി ഉണ്ട്.
പണ്ട് മുതലേ ഉണ്ട്. ഇപ്പൊ ഈ വി.ഡി. സതീശന് ഈ ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള സംഘടനകളായിട്ട് അടുത്ത ബന്ധമുള്ള ഒരാളാണല്ലോ. അവരൊന്നും ഈ തീവ്രവാദമോ അല്ലെങ്കിൽ ഈ മതരാഷ്ട്രവാദമോ ഒന്നുമില്ലാത്ത സംഘടനയാണെന്നാണ് വി.ഡി. സതീശൻ പറയുന്നത്. പിന്നെ ഇവിടുത്തെ ഹിന്ദു സംഘടനകളൊക്കെ ഇല്ലായ്മ ചെയ്യുന്നുള്ള രീതിയിലും കൂടി അദ്ദേഹം പ്രസ്താവന നടത്തിയിരുന്നു. എങ്ങനെ കാണുന്നു ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തിന്റെ വോട്ട് ഇത്തവണ മറിയാനുള്ള സാധ്യത ഉണ്ടോ ഇതുകൊണ്ട്? അല്ല, ഇവിടെ SDPI എന്ന് പറഞ്ഞ സംഘടനയാണെങ്കിലും പുള്ളി എപ്പോഴും വി.ഡി. സതീശൻ എപ്പോഴും അവർക്ക് സപ്പോർട്ടാണല്ലോ എന്ത് കാര്യത്തിനും. ഹിന്ദു സമൂഹത്തോട് എപ്പോഴും വെറുപ്പും വിദ്വേഷമാണ് വി.ഡി. സതീശന്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വി.ഡി. സതീശൻ ഹിന്ദുക്കൾക്ക് വേണ്ടി ഒന്നും ചെയ്യില്ല എന്നുള്ളതാണ്. ഇനിയും ചെയ്തിട്ടില്ല, ഇനിയും ചെയ്യേയില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മത സംഘടനയായിട്ട് വി.ഡി. സതീശന് നല്ല അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. ആ ഒരു ഇതിലാണ് ഇപ്പൊ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ SDPIക്ക് പലയിടത്തും സ്ഥാനാർത്ഥികൾ അവർ വെച്ചിട്ടുണ്ടെങ്കിലും ഇവര് അങ്ങനെ ഒരു സാധ്യതയിലേക്ക് നീങ്ങൂല. ചിലപ്പോ ഒരു സൈലന്റ് ആയിട്ട് അവര് നിൽക്കുകയും ചെയ്യും, വോട്ട് മറിച്ചു കൊടുക്കാനുള്ള സാധ്യത ഉണ്ടാവും. അതാണ് ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ സംതൃപ്തരാണോ? പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാല് ഈ പറഞ്ഞ പോലെ മത രാഷ്ട്രീയമാണ് പുള്ളി കളിക്കണത് ഇവിടെ വർഷങ്ങളായിട്ട്. അപ്പൊ ഞങ്ങൾക്ക് വലിയ സംതൃപ്തിയൊന്നുമില്ല. പേരെന്തായിരുന്നു? രാജേഷ്. പറവൂരാണോ സ്ഥലം? പറവൂര്. ചേട്ടിപ്പോ ഈ വി.ഡി. സതീശന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച അഭിപ്രായങ്ങൾ എന്താണ്? അദ്ദേഹത്തിന്റെ പ്രവർത്തനം പറവൂര് ടൗൺ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. എന്ന് വെച്ചാൽ അതായത് വെച്ചാല് എനിക്കിപ്പോ വയസ്സ് 50ആയി. അന്നുള്ള റോഡ് തന്നെയാണ് ഇന്നും. എന്ത് വികസനം പുള്ളി ഇവിടെ കൊണ്ടുവന്നേക്കണെന്നോ, വികസന നായകൻ എന്ന് പുള്ളി പറയുന്നുണ്ട്. ആളെന്ത് വികസനം കൊണ്ടുവന്ന പുള്ളിയുടെ പോക്കറ്റ് വികസിച്ചിട്ടുണ്ടാവും, അല്ലാതെ നാട് വികസിച്ചിട്ടില്ല ആള്. കാരണം പിന്നെ ആളുടെ പേരിൽ കുറെ പാലങ്ങളും ചെറിയ വീതിയൊക്കെ പണിത ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടുന്നുണ്ട്, അല്ലാതെ നാടിന് വേണ്ടിയിട്ട് ഒരു ഗുണം പുള്ളി ചെയ്തിട്ടില്ല. ഇപ്പൊ ഈ പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് 100-ൽ എത്ര മാർക്ക് കൊടുക്കും? 100-ൽ 0 മാർക്കാണ് എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ വമ്പം പരാജയമാണ് പുള്ളി. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ UDF സർക്കാർ രൂപീകരിക്കും എന്നുള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്. ശരിയാണോ? 5 പേര് ഇപ്പൊ യൂണിഫോം തയ്ച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പൊ ആരോ മുഖ്യമന്ത്രിയാവുന്നോ ഒന്നും പറയാൻ പറ്റില്ല. ഇദ്ദേഹം ജയിച്ചാലല്ലേ മുഖ്യമന്ത്രി ആവുള്ളൂ. അപ്പൊ ഈ മാറാത്തത് മാറും എന്ന് പറഞ്ഞ് BJP മുന്നോട്ട് വരുന്നുണ്ടല്ലോ, അതിലൊക്കെ എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടോ? അത് മാറ്റണം. പറവൂരിന് മാറ്റം, സമഗ്രമായ മാറ്റം പറവൂരിന് ആവശ്യമാണ്. പറവൂർ താലൂക്കിന് സമഗ്രമായ ഒരു മാറ്റം ആവശ്യമാണ്. അതിന് BJP തന്നെ വരണം, അല്ലാതെ ഒരാൾ വന്നിട്ടും കാര്യമില്ല. എന്ന് വെച്ചാൽ ഒരു വിഭാഗത്തിനെ മാത്രം പ്രീണിപ്പിച്ചുകൊണ്ടുള്ള സമീപനമാണ് ഇവിടുത്തെ സർക്കാരുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുവരെ. അത് മാറണം, മാറിയേ പറ്റൂ. ഈ വി.ഡി. സതീശന്റെ ഈ ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള സംഘടനകൾക്ക് അനുകൂലമായിട്ട് സംസാരിക്കുന്ന വിഷയങ്ങളുണ്ടല്ലോ, അതിലൂടെ ഭൂരിപക്ഷ സമുദായം ഏത് തരത്തിൽ പ്രതികരിക്കുന്നതാണ്, ഇലക്ഷനിൽ ഏത് തരത്തിൽ പ്രതികരിക്കും താങ്കൾ വിശ്വസിക്കുന്നത്? അത് പ്രബുദ്ധരായ ഇവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കണം. അതായത് ഹിന്ദു ക്രിസ്ത്യൻ ആൾക്കാരുടെ വോട്ടുകൾ വേണ്ട, ഞങ്ങൾക്ക് മുസ്ലിം ലീഗിന്റെ വോട്ടുകൾ മാത്രം മതി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഈ ഹിന്ദുക്കളും ക്രിസ്ത്യൻസും അതും മനസ്സിലാക്കണം. അതിന് തലയിൽ വാൾതാമസമുള്ളവർ മനസ്സിലാക്കി അദ്ദേഹത്തിനെതിരെ ചെയ്യണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇവിടെ ഈ പറവൂര് പോലെയുള്ളൊരു മണ്ഡലം വർഷങ്ങളായിട്ട് UDF വലിയ രീതിയിൽ അവർ കൈവശം വെച്ചിരിക്കുന്ന ഒരു മണ്ഡലമാണ്. ഇവിടെ ഒരു മാറ്റങ്ങൾ ഉണ്ടാവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് സാധിക്കുന്ന ഒരു കാര്യമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. മാറ്റം പിന്നെ പെട്ടെന്ന് സാധിക്കും. എന്ന് വെച്ചാൽ ഒരു MLA ശരിക്ക്, അതായത് ഒരു വ്യക്തി മുന്നോട്ട് ഇറങ്ങിക്കഴിഞ്ഞാല് കറക്റ്റായിട്ട് മാറാവുന്നുള്ളൂ പറവൂര്, കറക്റ്റായിട്ട്. പക്ഷെ പുള്ളി എന്ന് വെച്ചാൽ പുള്ളി കുറെ ഷോയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യരുത്. ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നാട്ടുകാർക്ക് ഗുണമുള്ള കാര്യങ്ങൾ ചെയ്യണം. ഈ പറവൂര് റോഡ് തന്നെ നോക്കാലോ. പറവൂര് എത്ര നാളായി ഇവിടെ റോഡ് വികസനം എന്ന് പറയണം. എന്താ വികസിച്ചേക്കണേ? ഇപ്പൊ ഒരു UDF ആണ് പറവൂർ നഗരസഭ ഭരിക്കുന്നത്. അവരും വികസിച്ചിട്ട് പലരും നടന്നിട്ടുണ്ട്, ഇവിടെ ഒന്നുമില്ല. അപ്പൊ അതിനൊക്കെ ഒരു മാറ്റം ആവശ്യമാണ്. പരാജയമാണ്, വമ്പം പരാജയമാണ്.